സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാറയിൽ നിന്ന് പുറപ്പെടുവിച്ച ഒട്ടകത്തെ അറുത്തു കൊന്നുകളഞ്ഞ വിഷയം നാം ഇന്നലെ പറഞ്ഞു. സാലിഹ് നബിയുടെ പ്രവാചകത്വം അംഗീകരിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ ദിവ്യത്വം അംഗീകരിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഒരത്ഭുതം കാണിക്കണമെന്ന് പ്രതികൂലികൾ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു സാലിഹ് നബി അലൈഹിസ്സലാം അത്തരത്തിലുള്ള ഒരു മുഅ്ജിസത്ത് നടത്തിയത്. അവർ വച്ച നിബന്ധനകൾ മേളിച്ച ഒട്ടകമായിരുന്നു സാലിഹ് നബി അലൈഹിസ്സലാം പുറപ്പെടുവിച്ചത്. അങ്ങനെ അത്ഭുതം സംഭവിച്ചാൽ അള്ളാഹുവിൽ വിശ്വസിച്ചു കൊള്ളാം എന്ന കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് നടത്തിയത്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ കൺമുന്നിൽ അത് കണ്ടിട്ടും വിശ്വസിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, ആ ഒട്ടകത്തെ കൊല്ലാൻ അവർ ഗൂഢാലോചന നടത്തി. ഉമ്മു ഗനം എന്ന് വിളിക്കപ്പെടുന്ന ഉനൈസ എന്ന സ്ത്രീ, സദൂഫ് എന്ന മറ്റൊരു സ്ത്രീ, ഇവർ രണ്ടുപേരും ചേർന്ന് ആ ഒട്ടകത്തെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കി. ഈ സംഭവം സൂറത്തു അഅറാഫിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഉനൈസ വൃദ്ധയായൊരു അമുസ്ലിം സ്ത്രീയായിരുന്നു. അവർക്ക് സുന്ദരികളായ പെൺമക്കളുണ്ടായിരുന്നു, സമ്പത്തുമുണ്ടായിരുന്നു. ഉനൈസ പറഞ്ഞു, ഒട്ടകത്തെ കൊല്ലുന്നവർക്ക് എന്റെ മക്കളെ വിവാഹം ചെയ്തു തരുന്നതാണ്. സദൂഫ് എന്ന പ്രവാചക വിരോധിയായ പ്രമാണി സ്ത്രീ, അവർ വാഗ്ദാനം ചെയ്തു, എന്നെ തന്നെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാവുന്നതാണ്. സദൂഫിന്റെ മോഹന വാഗ്ദാനം കേട്ട് ഹുബാബ് എന്നയാൾ രംഗത്തെത്തി. ഉനൈസയുടെ പ്രഖ്യാപനം കേട്ട് ഖുദാർ എന്നയാളും മുന്നോട്ട് വന്നു. അങ്ങനെ അവർ പർവ്വതത്തിന്റെ വശങ്ങളിൽ ഒട്ടകത്തിന്റെ വരവും കാത്തി നിൽക്കുകയാണ്. മലയുടെ മറവിൽ രണ്ടാളും മറഞ്ഞിരുന്നു. ഒട്ടകം വെള്ളം കുടിച്ച് നടന്നു വരുമ്പോൾ ഹുബാബ് എന്നയാൾ ഒട്ടകത്തിന്റെ കാലിലേക്ക് അമ്പെയ്യുകയാണ്. ആ അമ്പ് ഒട്ടകത്തിന്റെ കാലിന്റെ സന്ധിയിൽ തറച്ചു. നടക്കാനാകാത്ത വിധം ഒട്ടകം നിലച്ചുപോയി, അവിടെ നിന്നുപോയി. അപ്പോഴാണ് ഖുദാർ ഓടിവന്നു ഒട്ടകത്തിന്റെ കഴുത്തറുത്തു കളഞ്ഞു. ഈ വിവരമറിഞ്ഞുകൊണ്ട് സാലിഹ് നബി അലൈഹിസ്സലാം ഓടിവന്നു. സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് വന്നത്. പ്രധാന കൊലയാളികളായ ഖുദാർ, ഹുബാബ് എന്നീ വ്യക്തികളോടൊപ്പം മറ്റ് 7 പേരും കൂടി സഹായികളായുണ്ടായിരുന്നു. അതാണ് ഖുർആൻ പറഞ്ഞത്, തിസ്അത്തു റഹ്തുൻ വകാന ഫിൽ മദീനത്തി തിസ്അത്തുൻ. ധിക്കാരികളായ 9 പേർ ആ വാദിൽ ഖുറയിൽ അഥവാ ഹിജ്റിൽ ജീവിച്ചിരുന്നു എന്ന്. ഒരു ബുധനാഴ്ച ദിവസമാണ് ഒട്ടകത്തെ അവർ കൊന്നുകളഞ്ഞത്. ഇതിൽ ദുഃഖിതനായ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, തമത്തഉ ഫീ ദാരിക്കും സലാസത അയ്യാം. 3 ദിവസം കൂടി നിങ്ങൾക്ക് സുഖിച്ച് കഴിയാവുന്നതാണ്. 3 ദിവസം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. ദാലിക വഅദുൻ ഗൈറു മക്സൂബ്. ലംഘിക്കപ്പെടാത്ത കരാറാണിത്. അങ്ങനെ ഘോരമായ ശബ്ദത്താൽ അല്ലാഹു തആല അവരെ നശിപ്പിച്ചു കളഞ്ഞു.